ഔട്ട് ഓഫ് ദി ബോക്സിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ ലോകത്തിന്റെ മാറ്റത്തിനൊപ്പമാണ് യുവത്വം. ഡിജിറ്റൽ ലോകത്തിലെ 2 യുവ കൂട്ടായ്മകളെയാണ് ഔട്ട് ഓഫ് ദി ബോക്സ് പരിചയപ്പെടുത്തുന്നത്. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഭീമമായ മുതൽ മുടക്ക് വേണം, ഒപ്പം സാങ്കേതികപരമായ അറിവും വേണം. എന്നാൽ ഇതൊന്നും കൂടാതെ ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റിയാലോ? അതിനുള്ള എളുപ്പവഴിയാണ് മിസ്റ്റർ ഫൈൻഡേഴ്സ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ ഒരു കൂട്ടം യുവാക്കളുടെ ബുദ്ധിയും. മിസ്റ്റർ ഫൈൻഡേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡു ഇറ്റ് യുവർ സെൽഫ് വെബ്സൈറ്റ് ബിൽഡറാണ്. അതായത് സ്വന്തമായിട്ട് ആർക്കും ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം ഏകദേശം $100 ബില്യൺ IT എക്സ്പോർട്സ് നടന്നു. പക്ഷേ ഇപ്പോൾ 80% സ്മാൾ മീഡിയം എൻ്റർപ്രൈസസിനും ഒരു ഓൺലൈൻ പ്രസൻസ് ഇല്ല എന്നത് ഒരു ഫാക്റ്റാണ്. അവർ ഓൺലൈൻ വരാത്തതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അഫോർഡബിൾ അല്ല, 2 ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടെക്നിക്കൽ സ്കിൽ ആൻഡ് നോളജ് അത് മിക്കവർക്കും ഇല്ല. അതിനുവേണ്ടി പ്രത്യേകം ട്രെയിനിങ്ങിൻ്റെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ മിസ്റ്റർ ഫൈൻഡേഴ്സിൻ്റെ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ആർക്കും സ്വന്തമായ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മിസ്റ്റർ ഫൈൻഡേഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫുള്ളി യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ്. ടെക്നോളജിയിൽ അധികം നോളജ് ഒന്നുമില്ലാതെ ആർക്ക് വേണമെങ്കിലും അതിന് കൈകാര്യം ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും ഞങ്ങളുടെ കസ്റ്റമറായിട്ട് ഇന്നുള്ളത് ഹോട്ടൽ, റിസോർട്ട്, ബിൽഡേഴ്സ്, സ്കൂൾ, കോളേജസ് എന്നിവയാണ്. നമുക്ക് വെബിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജികൾ ഉപയോഗിച്ചാണ് ഇന്ന് മിസ്റ്റർ ഫൈൻഡേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം പുതിയ ടെക്നോളജി മാറി മറിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പുതിയ ടെക്നോളജി വരുമ്പോൾ അതിലേക്ക് മിസ്റ്റർ ഫൈൻഡേഴ്സ് എപ്പോഴും മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ പ്രോസസ്സ്, അതായത് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് മിസ്റ്റർ ഫൈൻഡേഴ്സിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം മിസ്റ്റർ ഫൈൻഡേഴ്സ്.com എന്ന വെബ്സൈറ്റിൽ ഒരു ലിസ്റ്റിംഗ് ഫോം ഉണ്ട്. ആ ഫോമിൽ നിങ്ങൾ ബിസിനസ്സും ബാക്കി ആ ബ്ലാങ്ക് സെൽസ് അത് ആ ഫോം പൂരിപ്പിക്കുകയും അത് ഞങ്ങൾക്ക് അയക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വളരെ വേഗം തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അതായത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 24 hours തിരിച്ച് ആ ബിസിനസ്സിനെ കോൺടാക്റ്റ് ചെയ്യുകയും അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു കസ്റ്റമറുമായിട്ടൊരു റിലേഷൻ അപ്പോൾ തന്നെ നമ്മൾ തുടങ്ങുകയാണ്. ഈ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡ്, അതായത് കൺട്രോൾ പാനൽ, ഒരു വെബ്സൈറ്റ് നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് എങ്ങനെ ഇരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു ബാക്ക് എൻഡ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ലളിതമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും അത് വളരെ എളുപ്പം മനസ്സിലാക്കുകയും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും കഴിയുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ഒരു യൂസർ നെയിം പാസ്വേഡ്, ഞങ്ങളത് ഒരു യൂസർ നെയിം പാസ്വേഡ് തരികയും അതുവഴി ലോഗിൻ ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിലേക്ക് കയറുകയാണ്. പിന്നെ അവിടെ പലതരം ടാബുകൾ ഞങ്ങൾ കസ്റ്റമേഴ്സിന് വിഷ്വലി എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയും അതുവഴി അവർക്ക് വളരെ എളുപ്പം തന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യണം, വെബ്സൈറ്റിൽ ഒരു ഇമേജ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ കവർ പിക്ക് മാറ്റണം, എല്ലാം സൈഡിൽ അതിലൊരു ഓപ്ഷനുണ്ട്. ഇമേജ് ആഡ് ചെയ്യുക, ടെക്സ്റ്റ് ആഡ് ചെയ്യുക, കണ്ടന്റ് മാറ്റുക, എല്ലാ ഓപ്ഷനും അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് എല്ലാം ഒരു ക്ലിക്കിനപ്പുറം അത് നമുക്ക് വെബ്സൈറ്റിൽ അത് പ്രകടമാക്കാൻ സാധിക്കും. മിസ്റ്റർ ഫൈൻഡേഴ്സ് എന്ന ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പല സൈസിലുള്ള, അതായത് സിമ്പിൾ വെബ്സൈറ്റ് മുതൽ മുകളിലേക്ക് ഏത് സൈസിലും അത് ആ കസ്റ്റമറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ട്രഡീഷണൽ വെബ്സൈറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്. അതിലൊന്നാണ് പുതിയ ടെക്നോളജിയുടെ അഡോപ്ഷൻ. അത് ഇപ്പോൾ ഒരാളൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ബിൽഡ് കഴിഞ്ഞാൽ ഒരു പുതിയ ടെക്നോളജിയിലേക്ക് അയാൾക്ക് മാറണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് കോസ്റ്റ്ലിയാണ്, സാധാരണക്കാർക്ക് താങ്ങാവുന്നതിനപ്പുറമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് സോൾവ് ചെയ്യുന്നുണ്ട്. വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ, ക്ലിക്ക് ടു കോൾ എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. അതായത് ഇതൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ
ഏത് ബിസിനസ്സിലാണോ ആ ബിസിനസ്സുകാർക്ക് താല്പര്യമുണ്ട് അവരത് വെക്കുകയാണെങ്കിൽ ഒരു യൂസറിന് ഒരു കസ്റ്റമറിന് ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ക്ലിക്കിനപ്പുറം അവർക്ക് ആ ബിസിനസ്സുകാരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഈ ഒരു സർവീസ് ഇന്ന് ഇന്ത്യയിൽ ഒരു ക്ലാസിഫൈഡ് ഇതുവരെ ഇത് പ്രായോഗികമാക്കിയിട്ടില്ല. ഇൻബോൺ കോളിംഗ് ഫെസിലിറ്റിയുടെ വേറെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് കൺട്രി കൺട്രോൾ, ഏതൊക്കെ രാജ്യത്ത് നിങ്ങൾക്ക് കോൾ വേണം, പിന്നെ അതുപോലെ തന്നെ ട്രാക്കിംഗ്, ഏത് രാജ്യത്താണ് കോൾ വന്നത് അതിൻ്റെ IP എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ മെയിൽ വഴി അയക്കുകയും മിസ്ഡ് കോൾ അലേർട്സ്, അങ്ങനെ പിന്നെ കോൾ ഫോർവേഡിങ്, അങ്ങനെ ഒരുപാട് ഫീച്ചർ ഈ ഇൻബോൺ കോളിംഗ് ഫെസിലിറ്റിയിലുണ്ട്. യൂസറിന് 100% സൗജന്യമാണ്. അത് ഒരു ബിസിനസ് അത് യൂസ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും ഏത് രാജ്യത്ത് വേണമെങ്കിലും ഒരു നെറ്റ്വർക്ക് റെസ്ട്രിക്ഷൻ ഇല്ല, ഒരു പൈസയുടെ പ്രശ്നമില്ല. ക്ലിക്ക് ചെയ്യുക, ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യുക, കോൾ ചെയ്യുക. അതോടൊപ്പം ബിസിനസ്സുകാർക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ്. കോൾ ചെയ്യാൻ മടിക്കുന്നവർ ഇത് ഫ്രീ ആണെന്ന് അറിയുന്നതോടെ അവർക്ക് കോൾ ചെയ്യാനൊരു താല്പര്യം കാണും. അപ്പോൾ ഇഷ്ടംപോലെ കോൾസ് വരെയും അതോടൊപ്പം തന്നെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനാണ് ഈ ക്ലിക്ക് ടു കോൾ. ഇതൊരു വാല്യൂ ആഡഡ് സർവീസാണ്. ഇത് ബിസിനസ്സുകാർക്ക് ആവശ്യാനുസരണം അവർക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഞങ്ങളത് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. സാധാരണ ഒരു വെബ്സൈറ്റ് ചെയ്യുന്ന ഒരാൾക്ക് സെക്യൂരിറ്റി, അതുപോലെ അതിൻ്റെ മെയിൻ്റനൻസ്, സെർവറിൻ്റെ കോസ്റ്റ്, ഇതൊക്കെ ഇഷ്യൂ ആണ്. അവർക്കൊരു തലവേദന തന്നെയാണത്. സെക്യൂരിറ്റി ഒരു മെയിൻ തലവേദനയാണ്. എന്ന് വെച്ചാൽ ഹാക്കിങ് വരാം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അത് ഈ പ്ലാറ്റ്ഫോമിലേക്ക് മാറുമ്പോൾ അവർ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മൾ ഓൾറെഡി സെക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും അത് നോക്കാൻ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും പ്രൊഫഷണൽസ് ഉണ്ട്. അതുപോലെ മെയിൻ്റനൻസ്, പഴയൊരു സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അതുപോലെ അതിൽ അപ്ഡേഷൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കസ്റ്റമേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർക്കത് എപ്പോഴും ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. ഇനിയിപ്പോൾ പറ്റുകയാണെങ്കിൽ തന്നെ അവർക്ക് ഒന്നെങ്കിൽ ടെക്നിക്കൽ സ്കില്ലുണ്ടാവണം, അതല്ലെങ്കിൽ ടെക്നിക്കൽ സ്കില്ലുള്ള ഒരാളെ അവർ ഹയർ ചെയ്യണം. ഇതിൻ്റെ ബാക്ക് എൻഡിലേക്ക് വരുമ്പോൾ വളരെ സിമ്പിളാണ് മിസ്റ്റർ ഫൈൻഡേഴ്സിൻ്റെ ബാക്ക് എൻഡ്. ഒരു സാധാരണ ഒരു വേർഡ്, എക്സൽ അതുപോലെയുള്ള സിമ്പിൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ അറിയുന്ന ആർക്കും വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാക്ക് എൻഡാണ്. ഒരുമിച്ച് പഠിച്ചിറങ്ങിയവരുടെ സൗഹൃദം തന്നെയാണ് മിസ്റ്റർ ഫൈൻഡേഴ്സ് എന്ന സ്റ്റാർട്ടപ്പിന് പിന്നിലും. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഒട്ടേറെ സ്ഥാപനങ്ങളെയാണ് മിസ്റ്റർ ഫൈൻഡേഴ്സ് സഹായിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിന് ശേഷം സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള പുതിയ പ്രൊജക്ടിന്റെ പണിപ്പുരയിലാണ് ഈ യുവസംഘം. സ്വന്തമായി കമ്പനി തുടങ്ങുക എന്ന ആശയം തോന്നിയത് ഞങ്ങൾക്ക് കോളേജിൽ നിന്നാണ്. പക്ഷേ ആ സമയത്ത് എങ്ങനെ തുടങ്ങണമെന്നോ കമ്പനിയെക്കുറിച്ചുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും ഞങ്ങൾക്ക് അന്ന് അറിയില്ലായിരുന്നു. അപ്പോഴാണ് മൂവ്മി, ഇന്നോസ് എന്നീ കോളേജ് സ്റ്റാർട്ടപ്പ് കമ്പനികളെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. പിന്നീട് അവരെ മീറ്റ് ചെയ്യുകയും അവിടുന്ന് അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് അഡ്വൈസും കമ്പനി എങ്ങനെ തുടങ്ങണമെന്നുള്ള അഡ്വൈസും മറ്റും അവിടുന്ന് ലഭിക്കുകയും അതേപോലെ തന്നെ ടെക്നോപാർക്ക് TVIയെക്കുറിച്ച് അവിടെ നിന്ന് അറിയാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ടെക്നോപാർക്ക് TVIയെ കോൺടാക്ട് ചെയ്യുകയും അവിടുത്തെ ടെക്നോപാർക്കിൻ്റെ MD ആയ KC ചന്ദ്രശേഖരൻ നായർ സാറിനെ കാണുകയും സാറാണ് ഒരു കമ്പനി തുടങ്ങാനുള്ള പ്രൊസീജിയേഴ്സും ഗൈഡൻസും വേണ്ടുന്ന ഡയറക്ഷൻസ് എല്ലാം അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതായിരുന്നു ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. PC-യിൽ മാത്രമല്ല, PC-യിലോ ലാപ്ടോപ്പിലോ മാത്രമല്ല, മൊബൈൽ ഫോണിലും ആ സ്ക്രീൻ സൈസ് അനുസരിച്ച് അത് കംപ്രസ് ആവുകയും ചെയ്യുന്ന ഒരു ഡിസൈനാണ് മിസ്റ്റർ ഫൈൻഡേഴ്സിലെ എല്ലാം ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അത് ഒരു ഫോണിലായാലും ടാബ്ലറ്റിലായാലും സ്മാർട്ട് ഫോണിലായാലും അതനുസരിച്ച് അതിന് കോമ്പാറ്റബിൾ ആയ രീതിയിൽ ആ വെബ്സൈറ്റ് ഡിസ്പ്ലേ ആവും. സോ ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്മാർട്ട് ഫോണിലൂടെയാണ് ഓൾമോസ്റ്റ് എന്താ പറയുക, ഈ കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയിൽ ഓൾമോസ്റ്റ് 70% ഒരു ഇൻക്രീസ് ഉണ്ടായി സ്മാർട്ട് ഫോൺ യൂസേഴ്സിന്. സോ ഇത് ലാപ്ടോപ്പിലോ PC-യിലോ മാത്രമല്ല, ഏതൊരു ഡിവൈസിലും കാണാൻ ഒരു ബ്യൂട്ടിഫുള്ളി അറേഞ്ച്ഡ് ആയിട്ടാണ് ഇത് സെറ്റാക്കിയിരിക്കുന്നത്. അതുപോലെ ഒരു ട്രഡീഷണൽ ഒരു വെബ്സൈറ്റ് ഒരു ബിസിനസ്സിന് വേണ്ടി തുടങ്ങാൻ ആലോചിക്കുകയാണെങ്കിൽ അവർക്ക്
അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതൊരു പ്രൊജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഏറ്റവും കുറഞ്ഞൊരു 30 ദിവസമെങ്കിലും, ഒരു മാസം എങ്കിലും വേണം അത് ലൈവിലെത്താൻ. പക്ഷേ മിസ്റ്റർ മാനേജേഴ്സ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ ഒരു ആവറേജ് കണക്കനുസരിച്ച് 40 മിനിറ്റാണ് ഉദ്ദേശിക്കുന്നത്. 40 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ വെബ്സൈറ്റ് ലൈവ് ആക്കാൻ കഴിയും. വേറെ 2 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഗൂഗിൾ മാപ്പ് പോയിന്ററാണ്. അതായത് ഗൂഗിൾ മാപ്പിൻ്റെ ഫീച്ചർ, അതായത് ആ ബിസിനസ് എവിടെയാണെന്നുള്ളത് ഗൂഗിൾ മാപ്പിൽ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു ബിസിനസ് ഒരു വെബ്സൈറ്റ് തുടങ്ങുമ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അത് കറക്റ്റ് കസ്റ്റമറിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അത് ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നൽകിയിരിക്കുകയാണ്. SEO, അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ പാക്കേജ് ഇതിനോടൊപ്പം ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ബിസിനസ് വെബ്സൈറ്റ് ഉണ്ടായി എന്നുകൊണ്ട് മാത്രം കാര്യമില്ല. ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പ് സെർച്ച് എഞ്ചിനിൽ അത് സെർച്ച് ചെയ്യുമ്പോൾ അത് ആദ്യത്തെ 1-2 പേജുകൾ വരിക എന്നതാണ് ഏറ്റവും ശ്രമകരമായ ഒരു ജോലി. അത് ഞങ്ങൾ ഈ SEO ഇൻ്റഗ്രേറ്റഡ് ടൂൾ പാക്കേജ് വഴി അത് സോൾവ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് തെക്കൻ ജില്ലകളായ ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ഈ 4 ജില്ലകളിലാണ്. എക്സ്പാൻഡ് ചെയ്യുന്ന പ്രോസസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. ഫസ്റ്റ് സ്റ്റേജായി കേരളത്തിലെല്ലായിടത്തും, അതുപോലെ സെക്കൻഡ് സ്റ്റേജായി അത് സൗത്ത് ഇന്ത്യ, തേർഡ് സ്റ്റേജ് ഇന്ത്യ മുഴുവൻ. ആ രീതിയിലുള്ള ഒരു എക്സ്പാൻഷൻ പ്ലാനിലാണ് ഇപ്പോൾ മിസ്റ്റർ മാനേജേഴ്സ് ഉള്ളത്. ഒരു വെബ്സൈറ്റ് സ്വന്തമാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രശ്നം നേരിടുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ബാക്ക് എൻഡ് ഫീച്ചറും ഈ ഫെസിലിറ്റിയും ഉൾപ്പെടെ ഒരു ഡിസൈൻ മാറ്റണമെങ്കിൽ നമുക്ക് ഒരു ഡിസൈനറുടെ സഹായം വേണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കണ്ടുപിടിച്ചാൽ തന്നെ അദ്ദേഹത്തിന് പൈസ കൊടുക്കണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്ത് നമ്മളെല്ലാം ഇഷ്ടംപോലെ ഡിസൈൻസ് പ്രീ ലോഡഡാണ്. ഇപ്പോൾ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക, ആ ഡിസൈൻ അവിടെ ആയി കഴിഞ്ഞു, വേറെ ഒന്നും ചെയ്യേണ്ട. എല്ലാം പ്രോഗ്രാംഡ് ആൻഡ് സെറ്റപ്ഡ് ആണ്. അതുപോലെ തന്നെ വേറെ വലിയൊരു ഫാക്ടറാണ് ഇലാസ്റ്റിസിറ്റി. അതായത് നമുക്ക് സാധാരണ ചെയ്തൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ പ്ലാറ്റ്ഫോമിൽ ഒരാൾക്ക് അയാളുടെ ഇഷ്ടാനുസരണം അപ്ഗ്രേഡ് ചെയ്യാം. അതിപ്പോൾ അയാളുടെ ചെറിയ ബിസിനസ് ആണെങ്കിൽ ഏറ്റവും ബേസിക് ഇതിലായത് പാക്കേജസ് എടുത്താൽ മതി. അയാളുടെ ബിസിനസ് വളരുന്നതിനനുസരിച്ച് അയാൾക്കത് എടുക്കാം. ഇനിയിപ്പോൾ ഷോർട്ട് ടൈമിലേക്ക് വേണം അയാൾക്ക് അയാളുടെ ഇഷ്ടാനുസരണം ഇതെടുക്കാം, പാക്കേജസ് എടുക്കാം. അതുപോലെ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാം. ഷോർട്ട് ടൈമിലേക്കാണെങ്കിൽ ലോങ് ടൈമിലേക്കാണെങ്കിൽ ആ രീതിയിൽ. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡാണ് ആപ്പ്. മനുഷ്യനും ടെക്നോളജിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് അത് വരുന്നത്. ഇന്ത്യയിലിപ്പോൾ വളരെ കുറച്ച് കമ്പനികളിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നുള്ളൂ, അതിൽ റിസർച്ച് ചെയ്യുന്നുള്ളൂ, അതിൽ പ്രോഡക്റ്റ് ഇറക്കുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് ആ ഒരു മേഖലയിൽ കൂടി എത്തിപ്പെടുക എന്നുള്ളൊരു ഉദ്ദേശം കമ്പനിക്കുണ്ട്. കമ്പനിയുടെ മറ്റൊരു ഓൺഗോയിങ് പ്രോജക്റ്റാണ് സ്കൂൾ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇപ്പോൾ മാർക്കറ്റിൽ ധാരാളം സ്കൂൾ മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യൻ സ്കൂളുകൾക്ക് വേണ്ടി ചെയ്ത ഡിസൈനാണ് നമ്മുടേത്. മറ്റുള്ളവയെ അപേക്ഷിച്ച് ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്.